ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിവിനാണെങ്കിൽ കാവേരി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പെൺകുട്ടിയെ നോക്കി വാതിക്കൽ തങ്ങി നിൽപ്പുണ്ട് കേട്ടോ റിസോർട്ടിൻ്റെ. ഇത്രയും നേരമായിട്ടും കാണുന്നില്ല. എൻ്റെ ഈശ്വര, ഇനി ഈ കാവേരി പറ്റിക്കോ? ഗസ്റ്റുകളൊക്കെയാണ് വന്നു തുടങ്ങി. അപ്പോൾ ഓരോ ഗസ്റ്റുകൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, സാർ എപ്പോഴാണ് ഡാൻസ് പ്രോഗ്രാം തുടങ്ങുന്നത്? നിങ്ങൾ അവിടെ പോയി ഇരുന്നുള്ളൂ, ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്നും പറഞ്ഞ് നിവിൻ ഒരു വിധത്തിൽ അവരെയൊക്കെ സമാധാനിപ്പിച്ച് പറഞ്ഞയക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ആസിഫ് എങ്ങോട്ട് വരിക, എടാ നീയല്ലേ പറഞ്ഞത് ഡാൻസ് കളിക്കാൻ ഒരു പെൺകുട്ടി ഇപ്പം തന്നെ വരുമെന്ന്, എന്നിട്ട് ആരെയും കാണുന്നില്ലല്ലോ. ദേ ഗസ്റ്റുകളുടെ കയ്യിൽ നിന്ന് അടി മേടിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല കേട്ടോ, ടിക്കറ്റ് എടുത്തുള്ള പരിപാടിയാ, നീ പെട്ടെന്ന് ആരെങ്കിലും അറേഞ്ച് ചെയ്ത് കൊണ്ടുപോടാ എന്ന് പറയും. എടാ വരൂടാ, നീ ഒന്ന് സമാധാനപ്പെടുക, നീ അകത്ത് പോയി എല്ലാവരും ഒന്ന് സമാധാനിപ്പിക്കുക, അപ്പോഴത്തേക്കും ഞാൻ ആളുമായിട്ട് അങ്ങ് എത്തിക്കോളാം എന്ന് പറയുകയാണേ. അപ്പം പെട്ടെന്ന് കാവേരി വരുന്നത് കാണുക. ഹോ, സമാധാനമായി, ഇവളെന്നെ പറ്റിച്ചില്ലല്ലോ എന്ന് നിവിനപ്പം മനസ്സിൽ പറയാണ് കേട്ടോ. അപ്പോൾ കാവേരിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുക. അപ്പം അവൾ മാത്രം വരുന്ന കാണുമ്പം പുറകെ വേറെ വണ്ടി വരുന്നുണ്ടോ എന്നൊക്കെ എത്തി നോക്കുക. അല്ലടോ, താൻ എന്താ ഈ നോക്കുന്നത്? അല്ല, ഡാൻസ് കളിക്കാൻ ഒരു കുട്ടിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് താൻ തന്നെ എന്താ ഇങ്ങോട്ട് വന്നത് എന്ന് നിവിൻ കാവേരിയോട് ചോദിക്കും. ഡാൻസ് കളിക്കാൻ ഒരു കുട്ടി എന്നെ കണ്ടിട്ട് എന്താ പെൺകുട്ടിയാണെന്ന് തോന്നില്ലേ? ഞാൻ ഡാൻസ് കളിക്കുമ്പം ഡാൻസ് കളിക്കുന്ന കുട്ടിയായിട്ട് മാറും. താനോ? അപ്പം താൻ എന്തൊക്കെ കള്ളങ്ങളാടോ പറഞ്ഞത്? ഞാൻ അങ്ങനെ പല കള്ളങ്ങളും പറയും, അതൊന്നും താൻ വിശ്വസിക്കരുത്. ശോഭനയും മഞ്ജു വാര്യർ വരെ തൻ്റെ ഡാൻസിന് അഭിനന്ദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതോ? ഞാൻ പഠിക്കുന്ന സ്കൂളിൽ ശോഭനാന്നും മഞ്ജുന്നും ഒക്കെ പേരുള്ള കുട്ടികളുണ്ടായിരുന്നു. എൻ്റെ ഡാൻസ് കണ്ട് അവരൊക്കെ അന്തം വിട്ടതിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. അതിലാ മഞ്ജു എന്ന് പറഞ്ഞ കുട്ടിയെ അങ്ങ് വാരുത്തയായിരുന്നു. അപ്പോൾ അവൾ മഞ്ജു വാര്യരാണല്ലോ എന്ന് പറയും. അപ്പോൾ താൻ പറഞ്ഞതോ പത്മ സുബ്രഹ്മണ്യത്തിൻ്റെ ശിക്ഷയാണെന്ന്. അത് ഞാൻ ഓൺലൈൻ സ്റ്റുഡൻറ്റാ, ഞാനും ഒരു ഏകലവ്യാണ്. അതായത് ഓൺലൈനിൽ പത്മ സുബ്രഹ്മണ്യൻ്റെ ഡാൻസ് കണ്ട് പഠിച്ചാണ് ഞാൻ ഇത്ര വലിയ ഡാൻസുകാരി ആയത്. തനിക്കിപ്പോൾ എന്താ, ഡാൻസ് കളിച്ചാൽ പോലെ എന്ന് ചോദിക്കാം. നീ കയറി വാ, ഗസ്റ്റുകളൊക്കെ വന്നു. ഞാൻ വരുന്നതിന് മുന്നേ ഗസ്റ്റുകളെയൊക്കെ പിടിച്ചിരുത്താൻ തന്നോടാരോ പറഞ്ഞത്? എനിക്ക് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണ്ടേ എന്ന് പറഞ്ഞിട്ട് കാവേരി അകത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ആസിഫ് വന്ന് ചോദിക്കും, എടാ ഇവളാണോ ഡാൻസ് കളിക്കുന്നത്? എനിക്കൊന്നും അറിയില്ലടാ, എൻ്റെ പൊന്നടാ, ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞില്ലേ, നടന്നില്ലെന്നും പറഞ്ഞ് ആര്യയുടെ കയ്യിൽ തല്ല് മാത്രം കൊണ്ടാൽ മതി. എന്നാൽ ഇനി ഇത് നടന്നാലോ, ഗസ്റ്റുകളുടെ മുഴുവനും കൂട്ടത്തോടുള്ള തല്ല് നമ്മൾ കൊള്ളേണ്ടി വരും എന്ന് പറയേ. എനിക്കറിയില്ല, നീ ഒന്ന് സമാധാനപ്പെട്. എന്തായാലും അവൾ വന്നതല്ലേ, ഇത്ര കോൺഫിഡൻസോടെ അവൾ സംസാരിക്കണമെങ്കിൽ ചിലപ്പോൾ അവൾക്ക് ഡാൻസ് അറിയായിരിക്കൂടാ എന്ന് അപ്പം നവീൻ ആസിഫിനോട് പറയും. എനിക്കൊന്നും അറിയില്ലേ, എനിക്ക് വയ്യ എല്ലാവരുടെയും തല്ലുകൊണ്ട് ചാവാൻ എന്ന് പറഞ്ഞ് ആസിഫ് അകത്തേക്ക് പോവാം. നീ അകത്തേക്ക് ചെന്ന് എല്ലാവരും ഒന്ന് ചീറപ്പ് ചെയ്തിരുത്തടാ, അപ്പോഴത്തേക്ക് അവൾ റെഡി ആയിട്ട് വരും എന്ന് പറയും കേട്ടോ. അപ്പം നവീൻ ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുക. ഈശ്വര, ഇത് കുളമായി കഴിഞ്ഞാൽ അമ്മ വരുമ്പം അമ്മയുടെ വായിരിക്കുന്നത് മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരുമല്ലോ എന്നും പറഞ്ഞ് നവീൻ ടെൻഷൻ അടിച്ചിരിക്കുവാണേ. അതേസമയം ജയപാൽ സ്വർണ്ണമൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരിക. അപ്പം അതെല്ലാം എടുത്ത് നമ്മുടെ ഗംഗേനെയും ശാരദനെയൊക്കെ കാണിക്കുക. മോളെ, എല്ലാം നല്ല അടിപൊളി ഡിസൈനാണ്, എല്ലാം നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ യമുനയും പറയും, അതെ ചേച്ചി, ഇത് ഡിസൈനുകളെല്ലാം നന്നായിട്ട് ചേരും എന്ന് പറയേ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ അരവിന്ദനോട് ശാരദ ചോദിക്കും, അതെ അരവിന്ദേട്ടാ, ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടില്ലേ? അത് പിന്നെ കൊണ്ടുവരാതെ ഇരിക്കുമോ? ജയപാല അതെടുത്ത് നീ കൊടുത്തേ എന്ന് പറയേ. അപ്പം ജയപാലൻ വേറൊരു കവറെടുത്തങ്ങോട്ട് കൊടുക്കുക. അത് തുറന്നു നോക്കുമ്പോൾ ഗംഗ സന്തോഷത്തോടു കൂടി കണ്ണ് നിറച്ച് നിൽക്കുക. നെറ്റിച്ചുട്ടിയോ? അപ്പോൾ അമ്മ ഇത് വാടകയ്ക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ടോ? അപ്പോൾ അരവിന്ദൻ പറയും, എൻ്റെ മോൾ അങ്ങനെ ആരും ഉപയോഗിച്ച സാധനമൊന്നും ഉപയോഗിക്കേണ്ട, മോക്ക് പുതിയത് തന്നെ മേടിച്ച് തന്നേക്കാന്ന് അച്ഛൻ കരുതി. നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറ. പിന്നെ നന്നായിട്ടുണ്ട് അച്ഛാ, ഇത് സ്വർണ്ണമാണോ? അതെ, ഇത് സ്വർണ്ണത്തിലുള്ളതാ, മോക്ക് എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അപ്പോൾ ഇടാലോ എന്ന് അരവിന്ദൻ പറയും. നന്നായിട്ടുണ്ട്, നിൻ്റെ ആഗ്രഹം പോലെ തന്നെ നടന്നല്ലോ ചേച്ചി എന്ന് യമുനയും പറയും കേട്ടോ. അപ്പോൾ എല്ലാവരും വളരെയേറെ സന്തോഷത്തോടു കൂടി ആഭരണങ്ങളെല്ലാം നോക്കുക. അപ്പോൾ അരവിന്ദൻ ചോദിക്കും, അല്ല കാവേരി മോളെ കാണുന്നില്ലല്ലോ, അവളെന്തേ? അവളിവിടെ ഉണ്ടായിരുന്നല്ലോ, ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക? ഇവിടെ എവിടെയെങ്കിലൊക്കെ കാണും. എടി കാവേരി എന്നും പറഞ്ഞ് ശാരദ അവളെ വിളിച്ചോണ്ട് അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ രാധമ്മ അങ്ങോട്ട് വരിക. അപ്പോൾ ജയപാല ചോദിക്കും, രാധമ്മ എന്താ ഇങ്ങനെ നടക്കുന്നത്? മോളുടെ എൻഗേജ്മെൻ്റ് ആയിട്ട് ഒരു ഉഷാറില്ലല്ലോ എന്ന് ചോദിക്കുക. നമുക്കൊക്കെ എന്ത് ഉഷാറ്, ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ആരെങ്കിലും അനുസരിക്കാറുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അരവിന്ദൻ ചോദിക്കും, എൻ്റെ അമ്മേ, ഇതുവരെ അമ്മയ്ക്കിത് വിടാറായിട്ടില്ലേ? എങ്ങനെ വിടും? എൻ്റെ മോളും കൊച്ചുമോനും അവിടെ സങ്കടപ്പെട്ടിരിക്കുമ്പം എനിക്കങ്ങനെ ഒരു സന്തോഷത്തിലും പങ്കുകൊള്ളാൻ പറ്റത്തില്ല എന്ന് പറയാം. അപ്പം ജയപാലൻ പറയും, ഇന്നത്തെ പിള്ളേരല്ലേ അമ്മേ, നമ്മുടെ വാശിക്കൊക്കെ അവർ നിന്ന് തരണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്ന് ചോദിക്കുക. ഞാൻ ഒന്നിനും വരുന്നില്ല, ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം, നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞ് രാധമ്മ അവിടെ ഇരിക്കുകയാണ് കേട്ടോ.
അതേസമയം നമ്മുടെ റിസോർട്ടിൽ നമ്മുടെ കാവേരി ഒരുങ്ങി വന്ന് ഡാൻസൊക്കെ കളിക്കുക. കാവേരിയുടെ ഡാൻസ് കാണുന്ന നവീനും ആസിഫൊക്കെ ഞെട്ടി പണ്ടാരം അടങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഗസ്റ്റുകളെ എല്ലാം അവൾ കയ്യിലെടുക്കുകയാണ്. മധുരക്കിനാവിൻ എന്നുള്ള പാട്ടൊക്കെ ഇട്ടാട്ടോ കാവേരി ഡാൻസ് കളിക്കുന്നത്. എന്തായാലും നമ്മുടെ കാവേരിയുടെ ഡാൻസ് കണ്ട ഗസ്റ്റുകളൊക്കെ അന്തം വിട്ട ഇരിക്കുക. ഇത്ര അടിപൊളിയായിട്ടാണ് കളിക്കുന്നത്. എന്തിനാ അവളുടെ കൂടെ തന്നെ കയറി ഡാൻസ് കളിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുന്ന നവീനും ആസിഫിനും ഒരുപാട് സമാധാനമാവും. അപ്പോൾ ആസിഫ് എന്ന് പറയും, ഇവൾ ഇത്ര അടിപൊളിയായിട്ട് കളിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്തായാലും നിൻ്റെ സെലക്ഷൻ കൊള്ളാം എന്ന് പറയാം. പിന്നല്ലാതെ ഈ നവീൻ ഒരു കാര്യമേറ്റാലേ അത് അടിപൊളിയാക്കിയിരിക്കുന്നു. ഇപ്പം നിനക്ക് മനസ്സിലായില്ലേടാ എന്ന് പറയും. ഇപ്പോഴാ എനിക്ക് മനസ്സിലായ നീ എന്തുകൊണ്ടാ അമ്മ ഇപ്പോഴൊന്നും വരില്ലല്ലോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ അടിച്ച് എന്നോട് ചോദിച്ചതെന്ന്. ഇവള് വരുന്നത് കൊണ്ടല്ലേടാ. അമ്മയെങ്ങാനും ഇവിടെ ഉണ്ടെങ്കിൽ ഈ പരിപാടി ഇപ്പോൾ നടക്കുകയല്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അതുമാത്രമല്ല നിൻ്റെ അമ്മയും കാവേരിയും കൂടി നല്ല വഴക്കുമാകും. അതുകൊണ്ടല്ലേ നീ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത് എന്ന് ചോദിക്കുക. അത് പിന്നെ ഇനി ഉരുണ്ട് കളിക്കുമെന്ന് വേണ്ട, എനിക്കൊക്കെ മനസ്സിലായി. എന്തായാലും ആൻറ്റി അവിടെ വരെ പോയതല്ലേ, നീയല്ലേ ആൻറ്റീനെ ഇന്ന് റിസോർട്ടുകാരുടെ എന്തോ മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞയച്ചത്. ആൻറ്റി അവിടെ പോയിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും എന്തായാലും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് നീ സമാധാനപ്പെടുക എന്ന് ആസിഫ് നവീനോട് പറയാണ് കേട്ടോ. അങ്ങനെ അവരും നമ്മുടെ കാവേരിയുടെ ഡാൻസിനകത്ത് തുള്ളാനായിട്ട് തുടങ്ങുവാണ്. രണ്ടുപേരും കാവേരിക്കൊപ്പം ഡാൻസ് ചെയ്യുക, നവീനും ആസിഫും. അങ്ങനെ എല്ലാവരും കൂടി ആ പരിപാടി ഒരു അടിപൊളിയാക്കി മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഡാൻസ് പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം കാവേരി കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് തിരിച്ചു വരുവേ. അപ്പോഴത്തേക്കും നവീൻ അവിടെ നിൽക്കും. ഇതെടോ തന്നെ ഡാൻസ് പ്രോഗ്രാം അടിപൊളിയായിട്ടുണ്ട്, താൻ ഇത്ര സെറ്റപ്പായിട്ട് കളിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. തനിക്ക് ഈ ഫീൽഡിൽ നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട്. നല്ല ഗ്രേസ്ഫുള്ളായിട്ടാണ് താൻ ഡാൻസ് കളിക്കുന്നത്. അതുമാത്രമല്ല ഗസ്റ്റുകളെയെല്ലാം നിമിഷ നേരം കൊണ്ടല്ലേ താൻ കയ്യിലെടുത്തത്. എനിക്ക് ഒത്തിരി സന്തോഷമായി. വാചകോടിയൊക്കെ നിർത്ത്, കാശെടുക്കും മാഷേ എന്നപ്പം നമ്മുടെ കാവേരി പറയേ 5000 രൂപ എടുത്ത് കൈ കൊടുക്കും. 5000 രൂപയോ? 1000 രൂപ കമ്മീഷൻ തരാമെന്ന് പറഞ്ഞതോ? അത് താൻ ഡാൻസ് കളിക്കുന്ന കുട്ടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനല്ലേ തനിക്ക് 1000 രൂപ കമ്മീഷൻ തരാമെന്ന് പറഞ്ഞത്. താൻ തന്നെയല്ലേ കളിച്ചത്, പിന്നെ എന്നെ ഞാനല്ലേ നിനക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. അപ്പോൾ ആ 1000 രൂപ ഇങ്ങോട്ട് എടുക്കുക, കൂടുതൽ സംസാരിക്കാൻ നിൽക്കരുത് എന്നും പറയേ. അപ്പോൾ പെട്ടെന്ന് 1000 രൂപയും കൂടി നവീൻ സന്തോഷത്തോടു കൂടി എടുത്ത് കൊടുക്കുക. അപ്പോൾ ശരി എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് കാവേരി പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും നവീൻ പറയും, അല്ലടോ ചായയൊക്കെ കുടിച്ച് പതിയെ പോകാം. അതുമാത്രമല്ല ഗ്രിൽഡ് ചിക്കനും ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ തനിക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് പറഞ്ഞ് ഉണ്ടാക്കുന്നതാ, താൻ ഇതൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ പെട്ടെന്ന് കാവേരി പറയും, എടോ തൻ്റെ അമ്മ ഇവിടെ ഇല്ലല്ലേ? അല്ല കാവേരിക്ക് അതെങ്ങനെ മനസ്സിലായി എന്ന് നവീൻ ചോദിക്കും. ഇത്ര ധൈര്യത്തോടെ എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ തൻ്റെ അമ്മ ഇവിടെ കാണില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ താൻ തൻ്റെ അമ്മയുടെ സാരിത്തുമ്പി പിടിച്ചുകൊണ്ട് നടക്കത്തല്ലേ ഉള്ളൂ. തന്നെ ഞാൻ ഇന്നലെ ഒന്നും കാണാൻ തുടങ്ങിയതല്ലല്ലോ എന്ന് കാവേരി നവീനോട് പറയൂട്ടോ. അപ്പോൾ ആസിഫ് അവിടെ നിന്ന് ചിരിക്ക്, ഉണ്ടാതിരിക്കടാ എന്നപ്പോഴത്തേക്കും ആസിഫിനെ കാണിച്ച് നമ്മുടെ നവീനും പറയും, എന്തായാലും തൻ്റെ ക്ഷണം സ്വീകരിക്കാൻ ഇപ്പം എനിക്ക് സമയമില്ല, എനിക്ക് ഇച്ചിരി തിരക്കുണ്ട്. കടകളൊക്കെ അടയ്ക്കുന്നതിന് മുന്നേ എനിക്ക് ഇച്ചിരി സാധനം മേടിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ കാവേരി അവിടെ നിങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ ആസിഫ് പറയും, എടാ അവൾ എവിടെ പോകുന്നതെന്ന് നിനക്ക് മനസ്സിലായോ? അവൾ കുപ്പി മേടിക്കാൻ പോകുന്നേടാ, അല്ലെങ്കിൽ കട അടയ്ക്കുമെന്നും പറഞ്ഞ് ഇത്ര ടെൻഷനോട് കൂടി അവൾ പോകേണ്ട കാര്യമില്ലല്ലോ. പോടാ ഒന്ന്, കാവേരി അങ്ങനത്തെ പെണ്ണൊന്നും അല്ല എന്ന് നവീൻ അങ്ങോട്ട് പറയും. കള്ള കാമുക, നിൻ്റെ പരിപാടിയൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ എന്നും പറഞ്ഞ് ആസിഫ് അവിടെ നിന്ന് അങ്ങോട്ട് പോവാണേ. അതേസമയം നമ്മുടെ വിനീതാണെങ്കിൽ അവൻ്റെ കടയിലെ ഗംഗയുടെ ഫോട്ടോയൊക്കെ വെച്ചത് കളയും, അതുപോലെ പേരെഴുതി ബോർഡ് എടുത്ത് മാറ്റുമൊക്കെ ചെയ്യും. അപ്പം നെഞ്ച് തകരുന്ന വേദനയോട് കൂടി തന്നെയാണ് നവീൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതും കണ്ടുകൊണ്ട് നവീനല്ല കേട്ടോ, വിനീത് ഇതൊക്കെ ചെയ്യുന്നത്. ഇതും കണ്ടുകൊണ്ടാണ് നവീൻ അങ്ങോട്ട് വരുന്നത്. അപ്പം ഒറ്റയ്ക്കുള്ള സങ്കടപ്പെട്ടുള്ള അവൻ്റെ നിപ്പ് കാണുമ്പോൾ നവീൻ അടുത്തേക്ക് ചെല്ലുക. പോട്ടടാ, അവൾ വേറൊരു ആളെ കല്യാണം കഴിക്കാൻ പോവല്ലേ, ഇനിയും നീ അവളെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നത് ശരിയല്ല. നിന്നെ സ്നേഹിക്കുന്ന, നിൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന നല്ലൊരു പെൺകുട്ടി നിൻ്റെ ജീവിതത്തിലേക്ക് വരും. ഇനി ഒന്നും വേണ്ടേ എനിക്ക്, പ്രേമവും വേണ്ട, പെണ്ണും വേണ്ട, ഒന്നും വേണ്ട. ഗംഗയെ എനിക്ക് എത്ര ഇഷ്ടമാണെന്ന് അറിയാവോ? ഈ പുഷ്പവാടിലുള്ള എല്ലാവർക്കും അറിയാം എനിക്ക് അവളോടുള്ള സ്നേഹം. അതുകൊണ്ടാണ് ഈ കാണുന്ന ആൾക്കാരെല്ലാം ഞാൻ ഈ ബോർഡ് എടുത്ത് മാറ്റുന്നത് കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത്. കാരണം എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി ആരും ഒരിക്കലും വിചാരിക്കില്ല. അവൾക്ക് മാത്രമേ എൻ്റെ സ്നേഹം മനസ്സിലാകാത്ത എന്ന് പറയുമ്പം നവീൻ പറയും, അവൾക്കും നിൻ്റെ സ്നേഹം മനസ്സിലായിട്ടുണ്ടടാ. അതെ, അവൾക്കും മനസ്സിലായി, പക്ഷെ അവൾക്ക് എന്നെ സ്നേഹമില്ല. അതുകൊണ്ടല്ലേ അവൾ എന്നെ ഉപേക്ഷിച്ച് മറ്റൊരാളെ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞ് വിനീത് അവിടെ നിന്ന് കരയും. എടാ പോട്ടടാ, നീ കരയാതെ സങ്കടപ്പെടാതെ നിൽക്ക്. എനിക്ക് അവളെ എന്തിഷ്ടമാണെന്ന് അറിയാവോ? അവളെ കല്യാണം കഴിച്ചതിന് ശേഷം ഈ കടയിൽ അവൾക്ക് പുതിയൊരു മിഷൻ മേടിച്ചു കൊടുത്ത് അവളെയും ഇവിടെ ഇരുത്തി തയ്പ്പിക്കണം. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുമ്പം ആ കുഞ്ഞിൻ്റെ ഫോട്ടോയും അവളോടൊപ്പം ഈ കടയുടെ ഫ്രണ്ടിലൊക്കെ വെക്കണം. അവളെ ഇവിടുത്തെ തയ്പ്പിക്കുന്നത് എനിക്ക് കാശിന് വേണ്ടിയിട്ടല്ല, എൻ്റെ കൂടെ എപ്പോഴും അവളുണ്ടാവുമല്ലോ, അതിനു വേണ്ടിയിട്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ആണടാ ഗംഗ. മറ്റൊരു പെണ്ണിനെ പറ്റി ഇനി ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റില്ല. അതുപോലെ അവൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുക. അവളുടെ സ്ഥാനത്ത് മറ്റൊരാളെ പറ്റി എനിക്ക് പറ്റില്ലടാ എന്നും പറഞ്ഞ്
വിനീത് അവിടെ നിന്ന് കരയും കേട്ടോ. നവി നീ സമാധാനപ്പെട്, എല്ലാം ശരിയാവും. അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോകുമ്പം നിൻ്റെ ഈ ചിന്താഗതിയൊക്കെ മാറും. നീയും വേറൊരു ജീവിതത്തിലേക്ക് കടക്കും. അത്രയും നാളത്തെ സങ്കടമേ നിനക്കും ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞ് നവീൻ വിനീതിനെ സമാധാനിപ്പിക്കുവേ. അതേസമയം നമ്മുടെ വീട്ടിലാണെങ്കിൽ കാവേരി പോയി റിസോർട്ടിൽ ഡാൻസ് കളിച്ച കാര്യമൊക്കെ ശാരദ അറിയൂ കേട്ടോ. ശാരദ കാണാതെ നമ്മുടെ കാവേരി ആണെങ്കിൽ ഗിഫ്റ്റൊക്കെ മേടിച്ച്, അതായത് നെറ്റിച്ചുട്ടിയും ഒട്ടിയാനും ഒക്കെ മേടിച്ച് ഗംഗയുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് പറയും, ഇത് കണ്ടോ, ഇതാണ് ഞാൻ സർപ്രൈസ് ആയിട്ട് മേടിച്ചിട്ടുള്ള ഗിഫ്റ്റ്. അപ്പം അതിന് മുന്നേ തന്നെ നമ്മുടെ നിളക്കുട്ടി അമ്മ ചേച്ചിയെ അന്വേഷിക്കുന്നുണ്ട കാര്യമൊക്കെ കാവേരിയോട് പറയുന്നുണ്ട്. അപ്പോൾ ശാരദ കാണാതെ കേട്ടോ ഒളിച്ചും പാത്തും അകത്തേക്ക് കയറിപ്പോകുന്നത്. ദേ ചേച്ചിക്കുള്ള എൻ്റെ ഗിഫ്റ്റ് എന്നും പറഞ്ഞിട്ട് ചേച്ചിയുടെ കയ്യിലോട്ട് കൊടുക്കും. അപ്പോൾ യമുന അത് തട്ടിപ്പറിച്ച് മേടിക്കും. എന്താ നീ ഇത്ര കാര്യമായിട്ട് മേടിച്ചത്? എന്താ മേടിക്കുമെന്ന് ഞാൻ പറഞ്ഞ നെറ്റിച്ചുട്ടി ഒട്ടിയാനും അല്ലേ? അതെ അച്ഛൻ മേടിച്ചു കൊടുത്തു. ഇനി നിൻ്റെ ഒട്ടിയാനൊന്നും ചേച്ചിക്ക് വേണ്ട അല്ല ചേച്ചി എന്ന് പറഞ്ഞ് അച്ഛൻ മേടിച്ചു കൊടുത്ത സ്വർണ്ണത്തിൻ്റെ നെറ്റിച്ചുട്ടി ഗംഗ യമുനയും കൂടി കാവേരിനെ കാണിച്ചു കൊടുക്കുക. ആഹാ, ഇത് അടിപൊളി ആയിട്ടുണ്ടല്ലോ. ഇനിയിപ്പം എൻ്റെ ഗിഫ്റ്റിന് ഒരു വിലയില്ലാതായി പോയല്ലോ. സാരമില്ല, സ്വർണ്ണത്തിൻ്റെ അല്ലേ, അപ്പം ചേച്ചിക്ക് എന്നും ഉപയോഗിക്കാമല്ലോ എന്ന് പറയുവേ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ശാരദ വിളിച്ചു പറയും, സ്വർണ്ണത്തിൻ്റെ നെറ്റിച്ചുട്ടി മാത്രം ഗംഗമോക്ക് മേടിച്ച കാര്യം മാത്രമേ മോൾ അറിഞ്ഞുള്ളൂ. റിസോർട്ടിൽ പോയി ഡാൻസ് കളിച്ച കാവേരിമോക്ക് വേണ്ടി ഒരു പൊന്നരിഞ്ഞാണോ അമ്മ പ്രത്യേകം പറഞ്ഞ് മേടിച്ചിട്ടുണ്ട്. അമ്മ അതുമായിട്ട് അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞൊരു വടിയായിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ വടിയായിട്ടുള്ള നമ്മുടെ കാവേരിയുടെ വരവ് കാണുമ്പോൾ തന്നെ, കാവേരിയുടെ അല്ല, നമ്മുടെ ശാരദയുടെ വരവ് കാണുമ്പോൾ തന്നെ കാവേരി അവിടുന്ന് ഓടുക. അമ്മയ്ക്ക് എങ്ങനെ പിടിക്കാൻ പറ്റില്ല, പക്ഷെ ഓടിച്ചിട്ട് തല്ലുട്ടോ. നീ പോയി ആരോട് ചോദിച്ചിട്ടാണ് റിസോർട്ടിൽ പോയി ഡാൻസ് കളിച്ചത് എന്ന് ചോദിച്ച് വഴക്കം പറഞ്ഞുകൊണ്ട് ശാരദ എടുത്തിട്ട് കാവേരിക്കിട്ട് തല്ലും. അപ്പോൾ കാവേരിക്ക് അറിഞ്ഞുകൊണ്ട് അവിടേക്ക് വരിക. ഒരു പൊന്നരഞ്ഞാണം കൂടി എൻ്റെ മോൾക്കങ്ങ് ഇട്ട് തരട്ടെ, അത്രയും വലിയ നല്ല പ്രവൃത്തിയല്ലേ എൻ്റെ മോള് ചെയ്തത്. വേണ്ടമ്മേ, എനിക്ക് സ്വർണ്ണം അലർജിയാണ്, അതുകൊണ്ടാ എന്നും പറഞ്ഞ് വീണ്ടും കിടന്ന് ഓടും. പക്ഷെ ശാരദ വിടുവോ, ഓടിച്ചിട്ട് കാവേരിനെ നല്ല രീതിയിൽ തല്ലു കൊടുക്കും. വീട്ടിൽ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നോണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ. പക്ഷെ എല്ലാവരും കൂടി പിടിച്ചു മാറ്റി ആ പ്രശ്നം സോൾവ് ആക്കുന്നതൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയവേ. അതേസമയം വീട്ടിൽ തിരിച്ചെത്തിയ രാജേശ്വരി വളരെ ദേഷ്യത്തോടു കൂടി നവീൻ്റെ അടുത്തേക്ക് ചെല്ലുക. എടാ, നിനക്ക് ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലല്ലോ എന്ന് ചോദിക്കുക. എന്താ അമ്മേ? ആൻറ്റി അറിഞ്ഞെന്നാ തോന്നുന്നടാ, കാവേരി ഇവിടെ വന്ന് ഡാൻസ് കളിച്ചതെന്ന് പയ്യെ ഹാസിഫ് ചെവി പറയും. ഇന്നായിരുന്നില്ല ഡേറ്റ്, നീ അല്ലേ പറഞ്ഞത് ഇന്ന് റിസോർട്ട് അസോസിയേഷൻ്റെ മീറ്റിംഗിന്ന്? ഞാൻ അവിടെ ചെന്ന് നാണം കെട്ടത് മിച്ചം. അല്ല, ആരാ ഇന്നിവിടെ ഡാൻസ് കളിക്കാൻ വന്നത്? അത് കാവേരി എന്ന് പെട്ടെന്ന് ആസിഫ് പറയാൻ തുടങ്ങുമ്പോൾ അതമ്മ കുറച്ച് ദൂരത്തു നിന്നുള്ളൊരു പെണ്ണാ, അതിഷ്ടലക്ഷ്മി. എന്ത് ലക്ഷ്മി ആണെങ്കിലും വേണ്ടില്ല, കാര്യങ്ങൾ നന്നായിട്ട് നടന്നാൽ മതി എന്ന് പറയേ. പെട്ടെന്നാണെങ്കിൽ ആ ഗസ്റ്റായിട്ട് വന്ന ഒരാൾ രാജേശ്വരിയുടെ അടുത്തേക്ക് വരിക. അതെ മേഡം, ഇന്നിവിടെ ഡാൻസ് കളിച്ച കുട്ടിയെ ഞങ്ങൾക്കൊരു പ്രോഗ്രാമിന് കിട്ടാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ? അതേപ്പറ്റി എനിക്കറിയില്ല, എൻ്റെ മോനാ ആ കുട്ടിയെ അറേഞ്ച് ചെയ്ത് തന്നത്. ഈ നാട്ടുകാരി അല്ലെന്നാ പറഞ്ഞത്, തമിഴ്നാട്ടിൽ എവിടെ നിന്നെങ്ങാണ്ട് വന്നതാ. അല്ല മേഡം, ഈ നാട്ടുകാരി ആണെന്നാണല്ലോ ആ കുട്ടി പറഞ്ഞത്. ഫോട്ടോ കണ്ടാൽ ചിലപ്പോൾ മേഡത്തിന് അറിയായിരിക്കും. ഇത് ആരാണെന്ന് അറിഞ്ഞാൽ ഉറപ്പായിട്ടും ഞങ്ങൾക്കൊന്ന് ആ കുട്ടിയെ സംഘടിപ്പിച്ച് തരണം കേട്ടോ, നല്ല പ്രോഗ്രാമാ എന്ന് പറഞ്ഞ് ഫോട്ടോ കാണിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ കാവേരിയുടെ ഫോട്ടോ കാണുമ്പോൾ രാജേശ്വരിക്ക് അങ്ങ് ദേഷ്യം വരിക. നവീൻ എന്നെ പറ്റിച്ചു, വെറുതെ അല്ല അവനും ആസിഫും കൂടി കിടന്ന് ഉരുണ്ട് കളിച്ചത് എന്നിങ്ങനെ മനസ്സിൽ പറയാണ് കേട്ടോ. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.